സോ ഹൈ പീപ്പിൾ, നമ്മളപ്പോൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഓൾറെഡി നമ്മൾ വാല്യൂസ് ആൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞ സാധനം കവർ ചെയ്തിട്ടുള്ളതാണ്. സോ ഈ വീഡിയോ അതിനെ കുറച്ച് തന്നെയാണ്. സോ അതായിരിക്കും ഈ വീഡിയോയിൽ നോക്കുന്നത്, പക്ഷേ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിരിക്കും. സോ നമ്മുടെ യു ഡോണ്ട് നോ ജെ എസ്, ഐ മീൻ ലൈക്ക് അതാണെന്ന് തോന്നുന്നു, യു ഡോണ്ട് നോ ജെ എസ് ആണ് ബുക്കിന്റെ പേര്. സോ യു ഡോണ്ട് നോ ജെ എസ് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് തന്നെ ഇൻട്രോ ടു ജാവാസ്ക്രിപ്റ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഇപ്പോൾ കണ്ടത് എന്ത് തേങ്ങയാണ്. സോ ലൈക്ക് അതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കവർ ചെയ്തത് ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആണ് എഴുതിയെങ്കിൽ പോലും അത് ശരിക്കും ജാവാസ്ക്രിപ്റ്റ് അല്ല. അതിപ്പോൾ എല്ലാ ലാംഗ്വേജിലും കോമൺ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. ഇനിയാണ് ശരിക്കും നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയാൻ പോകുന്നത്. ലൈക്ക് മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെ ജാവാസ്ക്രിപ്റ്റിന് മാത്രമുള്ള കുറച്ചധികം പർട്ടിക്കുലർ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണും. സോ അങ്ങനത്തെ കുറച്ചധികം ക്യാരക്ടറിസ്റ്റിക്സും ലൈക്ക് നാഗവല്ലി ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇതുവരെ കണ്ട ജയസ് അല്ല എനിക്ക് കാണാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ രാവിലെ ആദ്യം റെക്കോർഡ് ചെയ്യുന്നതാ. പിന്നെ അത് വായിച്ചിട്ട് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. സോ ലൈക്ക് അത് എന്ന് പറയുന്ന കൺവെൻഷണൽ സാധനങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ല കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വീണ്ടും റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഐ ഹോപ്പ് ഈ ഒരു സാധനത്തിൽ വി വിൽ ബി ഏബിൾ ടു കവർ ഇറ്റ്. സോ അതിനുവേണ്ടി നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫോൾഡർ നമ്മൾ ഓപ്പൺ ആക്കുന്നു. ആൻഡ് അതിനകത്ത് വന്നിട്ട് നമ്മൾ കോഡ് കൊടുക്കുന്നു. ആൻഡ് വി ഓപ്പൺ ദ കോഡ്. സോ ഇപ്പോൾ വി എസ് കോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ചാപ്റ്റർ 2 ആണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതെന്ന് പറയുന്നത് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്തോട്ട് നീക്കാം. സോ ഇതൊന്ന് മാറ്റുക. ആൻഡ് കൺട്രോൾ വി. ഓക്കെ. സോ അത്ര ആൾക്കാർ ചാപ്റ്റർ 1 കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തായിരിക്കും ബാക്കി കലാപരിപാടികൾ. നമുക്ക് വീണ്ടും വാല്യൂസ് ആൻഡ് ടൈപ്സ് എന്നാണ് ഫയലിന്റെ പേര്. സോ types.js ആണ് ഗൈസ്. സോ ഇതിനകത്ത് പ്രോഗ്രാമായിട്ട് എങ്ങനെ എഴുതാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞ മറ്റേ നാഗവല്ലി ആവുന്ന ഒരു സാധനമില്ല, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഡ് ആക്ച്വലി എടുത്തത്. അതിന് മുന്നേ ലൈക്ക് നമ്മൾ മുന്നേ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും ഉള്ളത്. സോ സ്ട്രിങ് എന്താ നമ്മൾ കണ്ടു. ലൈക്ക് ഇതൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ബുക്ക് ആക്ച്വലി ES6 അഥവാ ECMAScript 2015 വരെ ബുക്കിനകത്തുള്ളൂ. ദാറ്റ് ഈസ് സ്റ്റിൽ ഹിയർ. സോ ഈ രണ്ട് കാര്യങ്ങൾ സിമ്പിളും ഉണ്ട്. ലൈക്ക് ഈ ബിഗിൻ്റെ ഇപ്പോൾ വന്നതാണ്. സോ ഇത്രയാണ് ബുക്കിനകത്ത് ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ പോലും അത്ര ഔട്ട്ഡേറ്റഡ് ആണെന്ന് അറിയുന്നത്. ലൈക്ക് എനിക്ക് ഇപ്പോഴത്തെ പുതിയ ECMAScriptൽ എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. സോ അതൊക്കെ എല്ലാ വീഡിയോയിലും നമ്മൾ ഐ മീൻ ലൈക്ക് ഈ ഒരു സീരീസിലെല്ലാം കവർ ചെയ്ത് പോകുന്നതായിരിക്കും. നിങ്ങളും പഠിക്കും, ഞാനും പഠിക്കും. അതാണ് വി ഡോണ്ട് നോ ജെ എസ് ആ ഒരു സീരീസിൻ്റെ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമ്മൾ സ്ട്രിങ് എന്താന്ന് കണ്ടു, ഡബിൾ കോട്സിനകത്ത് ഇരുന്നത് നമ്പർ എന്താന്ന് കണ്ടു, അതൊക്കെയാണ്. പിന്നെ ട്രൂ ഓർ ഫോൾസിനെ കുറച്ച് കണ്ടു. പിന്നെ നള്ളും അൺഡിഫൈൻ, ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോയിട്ടില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ വീഡിയോസ് നമ്മൾ ഐ മീൻ ലൈക്ക് ഇൻഡിവിജ്വൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അൺഡിഫൈൻഡ് എന്താണെന്ന് അതവിടെ കിടക്കട്ടെ. സോ അൺഡിഫൈൻഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു വേരിയബിൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇനീഷ്യലൈസേഷനും, രണ്ട് ഡിക്ലറേഷൻ. സോ ഈ രണ്ട് കോൺസെപ്റ്റ് ഐ മീൻ ലൈക്ക് കോൺസെപ്റ്റ് അല്ല, ഈ രണ്ട് കാര്യങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. സോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ലോഗ് ചെയ്യുകയാണെന്ന് കരുതും. ആ ഒരു സാധനത്തിനെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നോഡ് വാല്യൂസ് ആൻഡ് ടൈപ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് ആയിരിക്കും വരിക. സോ അതെന്തുകൊണ്ട് അൺഡിഫൈൻഡ് വന്നതെന്ന് വെച്ചാൽ ആ ഒരു വേരിയബിളിന് ഞാനിപ്പോൾ ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ കൊടുക്കാത്തതുകൊണ്ട് എന്താണ്, അതിൻ്റെ ഒരു ഇനിഷ്യൽ വാല്യൂ ഇല്ല, ബൈ ഡിഫോൾട്ട് അൺഡിഫൈൻഡ് ആണ്. പക്ഷേ ഞാനത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സ്കോപ്പിനകത്ത് ആ ഒരു വേരിയബിൾ ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് എറർ അടിക്കും. സോ ഇവിടെ ഞാനത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. സോ ഇതെങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാൻ നോക്കിയാൽ, ലൈക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിന് ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ കൊടുത്താൽ മതി. സോ ലൈക്ക് ഇവിടെ ഞാനിപ്പോൾ 1 ഇടുകയാണെങ്കിൽ ഇപ്പോൾ അത് ഇനിഷ്യലൈസ്ഡ് ആണ്. നേരത്തെ ഡിക്ലെയർഡ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് വന്നത്, അൺഡിഫൈൻഡ് വന്നത്. ഇപ്പം ഞാൻ അതിനെ പിടിച്ച് എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തേക്കാം. ഇനി ഞാൻ ഇപ്പം ഞാൻ പിടിച്ച് ഇനിഷ്യലൈസ് ചെയ്തു, ദാറ്റ് ഈസ് അതിനൊരു ഇനിഷ്യൽ വാല്യൂ കൊടുത്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ത് വന്നു, 1 വന്നു. സോ അതാണ് ഇനിഷ്യലൈസേഷൻ ആൻഡ് ഡിക്ലറേഷൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനിഷ്യലൈസേഷൻ ആൻഡ് ഡിക്ലറേഷൻ അല്ല, ഡിക്ലറേഷൻ. ഓക്കെ. സോ അതാണ് അതിൻ്റെ ഡിഫറൻസ്. സോ നമ്മൾ കുറച്ചൊന്ന് വഴിതെറ്റിപ്പോയി. നമ്മളപ്പോൾ അൺഡിഫൈൻഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ലൈക്ക് വേരിയബിൾ വിത്തൗട്ട് അസൈൻഡ് വാല്യൂ ആണ് അൺഡിഫൈൻഡ്. പിന്നെ ഫംഗ്ഷനൊക്കെ ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട്, റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തരാതെ പറ്റിച്ചാലും അവിടെ അൺഡിഫൈൻഡ് അടിക്കും. നള്ളെന്ന് പറയുന്നത് ഒരു വാല്യൂവിൻ്റെ ആബ്സെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യാറാണ് യൂഷ്വലി ഉള്ളത്. അല്ലാതെ കോഡ് ത്രൂലേക്ക് ഇവിടെ
ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അൺഡിഫൈൻഡ് ഓട്ടോമാറ്റിക്കലി ആവത്തില്ല. അതേപോലെ നൾ ആവുന്ന കേസസ് റെയർ ആണ്. ആവത്തില്ലെന്നല്ല, ബട്ട് മോസ്റ്റ്ലി നമ്മൾ തന്നെയാണ് നൾ അസൈൻ ചെയ്യാറ്. ഐ മീൻ ഇനിഷ്യൽ വാല്യൂ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ അൺഡിഫൈൻഡ് ചെയ്യുന്നത് നൾ എന്നായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. കാരണം അൺഡിഫൈൻഡ് അല്ല, അതിനപ്പോൾ ആ നേരത്ത് വാല്യൂ ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ആ ഒരു കേസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൾ ഇടുന്നത്. സോ ബിഗിൻ്റെ കേസിനകത്ത് വരികയാണെങ്കിൽ ഞാനപ്പോൾ ബിഗിൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. രാവിലെ വരെ അങ്ങനെ സാധനം ഉള്ളതേ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാനൊരു പുള്ളിക്കാരൻ്റെ വീഡിയോ കാണായിരുന്നേ. സോ അതിനകത്ത് ആ പുള്ളിയിലേക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലെറ്റ് എ ഈക്വൽ ടു 2⁵53 എന്ന് കൊടുത്തു. നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ കൺസോൾ ഡോട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ആണ്, നോക്കട്ടെ. ഞാൻ വാല്യൂ പറഞ്ഞു. സോ 2⁵2 അല്ല ഗൈസ്, 2ൻ്റെ എക്സ്പോണൻ്റ് ആണെന്ന് തോന്നുന്നു. സോ ഇതാണ് ഈ വാല്യൂ. ഈ നമ്പർ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ. 9007192547409992. ഓക്കെ, ഇതാണ് ഈ വാല്യൂ. ഇനി നമുക്ക് ഈ വാല്യൂവിൻ്റെ കൂടെ A + = എന്ന് എടുത്താൽ എന്താണ് സംഭവിക്കാന്ന് അറിയാമല്ലോ. എയുടെ കൂടെ 2 കൂടി. അപ്പോൾ ഇവിടെ വരേണ്ട ഔട്ട്പുട്ട് എന്താണ്? 995 വരണം. ഓക്കെ, സോ 995 വരുമോ നോക്കാം. ഫയൽ സേവ് ആണ് ഗൈസ്. സോ ഇതാണ് നാഗവല്ലി ആവുന്ന ആദ്യത്തെ ബിഹേവിയർ. ഐ മീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന 5 ആണ്. ഇവിടെ ആരാണ് വരുന്നതെന്ന് നോക്കാം. 4 ആണ് ഗൈസ് വന്നത്. അവിടെ 4 ആണ് വന്നത്, 3 അല്ല വന്നത്. നമുക്കിനി ഇവിടെ 1 ആഡ് ചെയ്ത് നോക്കാം. 1 ആഡ് ചെയ്താൽ എക്സ്പെക്ട് ചെയ്ത ബിഹേവിയർ എന്താണ്? ലൈക്ക് 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 3 വരണം. 3 വരുമോ നോക്കാം. 3 വന്നില്ല. സോ അവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ വന്നിട്ടില്ലേ? സോ ആ ഒരു ബിഹേവിയറിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ അത് ടു ബി പ്രിസൈസിലേക്ക് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. സോ ഇവിടെ ഞാനിപ്പോൾ console.log എടുക്കുകയാണെങ്കിൽ number.maxSafeInteger എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സോ അതെന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഈ നമ്പറിനൊരു മാക്സ് സേഫ് ലിമിറ്റ് ഉണ്ട്. മാക്സ് ലിമിറ്റ് അല്ല, മാക്സ് സേഫ് ലിമിറ്റാണ്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 991 വരെയാണ് പോകുന്നത്. സോ അതിനപ്പുറമുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല, ഇഷ്യൂസ് ഉണ്ടോ. നമ്മളിപ്പോൾ 5 എക്സ്പെക്ട് ചെയ്തിട്ട് 4 കിട്ടിയതും 3 എക്സ്പെക്ട് ചെയ്തിട്ട് 2 കിട്ടിയതും ആ ഒരു ബിഹേവിയർ കാരണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇതിൻ്റെ ഇൻറ്റിജർ വാല്യൂവിൻ്റെ ടോപ്പ് മോസ്റ്റ് സപ്പോർട്ടിങ് ഐ മീൻ ലൈക്ക് ടോപ്പ് മോസ്റ്റ് അറ്റ്മോസ്റ്റ് ലൈക്ക് ഈ അറൗണ്ട് ഈ ഒരു നമ്പർ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഈ സാധനത്തിനെ ബിഗിൻ്റെ ആക്കേണ്ടി വരും. സോ ഇതിനെ നമുക്ക് ബിഗിൻ്റെ ആക്കാൻ വേണ്ടി നമ്മളത് നമ്പരൊക്കെ കൺവേർട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ? ലൈക്ക് ഇംപ്ലിസിറ്റ് അല്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ തന്നെ കോറക്ഷൻ ചെയ്തില്ലേ, ലൈക്ക് കൺവേർഷൻ ചെയ്തില്ലേ. സോ അതേപോലെ ഇവിടെ ബിഗിൻ്റെ ആക്കിയ ഇത് ഓക്കെയാണ്. എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ലൈക്ക് നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ലോഗ് ചെയ്ത് നോക്കാവേ. ബിഗിൻ്റെ ആവുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. സെയിം 2 തന്നെയാണ് വന്നത്. അവിടെ ഒരു N വന്നിട്ടുണ്ട്. അത് ബിഗിൻ്റെ ഇൻഡിക്കേഷനാണ്. നമുക്കിനി ഇവിടെ ഇതിൻ്റെ കൂടെ നമുക്കൊരു 3 കൂട്ടി നോക്കാം. സോ ഇപ്പോൾ 5 വരുമോ ഇല്ലയോ നോക്കി നോക്കാം. മിക്കവാറും എറർ അടിക്കും. കാരണം എന്താണെന്നറിയോ? ഇതെന്ന് പറയുന്നത് ബിഗിൻ്റെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്നത് നമ്പരുമാണ്. അവിടെ ഒരു ടൈപ്പിൻ്റെ കൺവേർഷൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതിനെയും ബിഗിൻ്റെ ആക്കേണ്ടി വരും. ഐതർ എനിക്ക് അതിൻ്റെ കൂടെ ബിഗിൻ്റെ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് 3 ഇട്ട് കൊടുത്താൽ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 കിട്ടി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗിൻ്റെ അകത്ത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ആ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് എത്രയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. എനിക്ക് നോക്കി നോക്കാം ഗൈസ്, കറക്റ്റ് അപ്പർ ലിമിറ്റ് എത്രയാണ്? വാട്ട് ഈസ് ദ അപ്പർ ലിമിറ്റ് ഫോർ ദ ബിഗ്? സോ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് കുറച്ചുകൂടെ വലുതാവുകയാണ് ചെയ്തത്. ഓക്കെ, സോ ബിഗിൻ്റെ എക്സിസ്റ്റ് തിയറിക്കിൽ ആർബിട്രറി, ഇവിടെ ആർബിട്രറി എന്നേ ഉള്ളൂ. വേണ്ട, ഇൻറ്റിജറിൻ്റെ സേഫ് ലിമിറ്റ് ഈ ഒരു സാധനമാണ് നമ്മൾ കണ്ടത്. സോ ഇവിടെ ബിഗിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബിഗ്ഗർ എലമെൻ്റ് ആയിട്ടാണ്. അത് പ്രിസൈസ് ആയിട്ട് ഇവർ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് വീഡിയോയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ബിഗിൻ്റെ കുറച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. തൽക്കാലം കുറച്ചുകൂടെ ഈ ഒരു ഇൻറ്റിജറിൻ്റെ വലിയ സെറ്റ് ഓഫ് ഇതിൻ്റെ അപ്പുറമുള്ള സാധനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബിഗിൻ്റെ യൂസ് ചെയ്യുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. സോ അതാണ് ബിഗിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇതിലേക്ക് റിലേറ്റീവ്ലി 2020 എക്മാസ്ക്രിപ്റ്റ് അപ്ഡേഷനിൽ വന്നൊരു സാധനമാണ്. പിന്നെ സിമ്പിൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ, നമ്മൾ അതിലോട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ട ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണുള്ളത്. അത് ജസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്ററിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് അറിയോ? അത് ലൈക്ക് ഇതിപ്പോൾ ലൈക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ ലൈക്ക് എന്താ പറയുക, ഇതിനകത്തുള്ള ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും. ടൈപ്പ് ഓഫിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അൺലൈക്ക് ലൈക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ എടുത്ത് അതിന് റിട്ടേൺ ടൈപ്പ് നമുക്ക് ഒന്നേ സ്ട്രിങ് ആയിരിക്കാം, നമ്പർ ആയിരിക്കാം, ബൂളിയൻ ആയിരിക്കാം, എനി ഓഫ് ദ ടൈപ്സ് ആയിരിക്കും ഒരു വേരിയബിളിൻ്റെ റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ലൈക്ക് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ടൈപ്പ് ഓഫിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിലേത് വേണോ ആവാം, സ്പെസിഫിക്കലി ഒന്നായിരിക്കത്തില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദ വേരിയബിളിൻ്റെ കാര്യമല്ല, ആ വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂവിനെ അനുസരിച്ചാണ് എന്ത് മാറുന്നത്, ടൈപ്പ് മാറുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ, ഇവിടെ ഞാനത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എക്സാമിൻസ് ദ ടൈപ്പ് ഓഫ് ദ വാല്യൂ നോട്ട് ദ വേരിയബിൾ. ആ വേരിയബിളിനകത്ത് എന്ത് വേണോ വെക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഡൈനാമിക്കലി ടൈപ്ഡ് ആണ് ജാവാസ്ക്രിപ്റ്റ്. സോ അതിനകത്ത്
വേരിയബിളിനായിരിക്കില്ല ടൈപ്പ് അസൈൻ ആവുന്നത്, ആ വാല്യൂവിനായിരിക്കും ടൈപ്പ് കൊടുക്കുന്നത്. സോ ആ ടൈപ്പിൻ്റെ ടൈപ്പ് എന്താണോ അതായിരിക്കും, അത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. സോ അതായിരിക്കും ടൈപ്പ് ഓഫ് റിട്ടേൺ ചെയ്യുന്ന സാധനം. ഇവിടെ വേറൊരു ഒരു 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 നാഗവല്യാവുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് ഗൈസ്. ഞാനിപ്പോൾ console.log ടൈപ്പ് ഓഫ് നള്ള് കൊടുത്താൽ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കരുതും നള്ള് വരാമെന്ന്. കാരണം നള്ള് വരാനുള്ള സാധ്യത ഇറ്റ് ഈസ് 100%. ഐ മീൻ 100% ആണ് എക്സ്പെക്റ്റൻസി. കാരണം നള്ളൊരു വാലിഡ് ടൈപ്പാണ്. സോ വി വിൽ എക്സ്പെക്ട് ആക്ച്വലി നൾ ടു ഷോ അപ്പ്. പക്ഷേ ഞാനത് ലോഗ് ചെയ്താൽ നള്ള് വരത്തില്ല ഗൈസ്. അവിടെ വരുന്നത് ഒബ്ജക്റ്റ് ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ബുക്ക് ഇവിടെ പറയുന്നത് ദിസ് ഈസ് എ ലോങ് സ്റ്റാൻഡിങ് ബഗ് ഇൻ JS ബട്ട് വൺ ദാറ്റ് ഈസ് ലൈക്ലി നെവർ ഗോയിങ് ടു ബി ഫിക്സ്. കുറേ കാലമായിട്ട് ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു ബഗ്ഗാണ്, പക്ഷെ ഫിക്സ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താന്ന് പറയുന്നത്, ടു മച്ച് കോഡ് ഇൻ ദ വെബ് റിലൈസ് ഓൺ ദിസ് ബഗ്സ് ആൻഡ് തസ് ഫിക്സിങ് ഇറ്റ് വുഡ് ക്രിയേറ്റ് ലോട്ട് മോർ ബഗ്സ്. സോ ഇത് ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ ക്രിയേറ്റർ ഉണ്ടാക്കിയ കാലം തൊട്ടുള്ള ബഗ്ഗാണ്. ലൈക്ക് നമുക്കതും വേണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ വൈ ഈസ് ടൈപ്പ് ഓഫ് നൾ ഒബ്ജക്റ്റ് നോക്കിയാൽ അതിന് ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം. ഐ മീൻ ലൈക്ക് ഇനീഷ്യൽ വേർഷൻ ഓഫ് ജാവാസ്ക്രിപ്റ്റ്. സോ അത് അന്ത കാലത്തിലെ ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെയാണ്. ഇനി അത് മാറ്റുന്നത് ഉള്ള കുറേ കോഡിനെ പൊട്ടിക്കും. ലൈക്ക് 95% ഓഫ് കോഡ് വെബ് ഐ മീൻ ലൈക്ക് JS-ലാണ് ഓടുന്നത്. സോ ആ ഒരു സാധനം മാറ്റിയാൽ ഇനി പൊട്ടിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് അങ്ങനെ നമുക്ക് അതും ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നമുക്ക് ആ ഒരു അത് ലൈക്ക് കിട്ടുന്ന പോലെ അതും എക്സ്പ്ലോർ ചെയ്യാം. ബട്ട് ഇത് മനസ്സിൽ വെക്കുക, ടൈപ്പ് ഓഫ് നൾ എന്ന് പറയുന്നത് നള്ളല്ല, ഒബ്ജക്റ്റ് ആണ്. സോ ഇതും നമ്മൾ ഉദ്ദേശിക്കാത്തൊരു എക്സ്പെക്റ്റഡ് അല്ലാത്തൊരു ബിഹേവിയർ ആണ്. സോ അത് ഞാനിവിടെ ഒരു ഇൻഡിക്കേഷൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇനി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. സോ സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് പുതിയതായിട്ട് പഠിച്ചത് ബിഗ് ഇൻഡിനെ കടിച്ചില്ല, ബിഗ് ഇൻഡിനെ കുറച്ച് പഠിച്ചു. പിന്നെ നമ്മൾ നള്ളിൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ കണ്ടു, ഇൻഡിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടു, ബിഗിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് എന്താണെന്ന് കണ്ടു. സോ ഇനി അങ്ങോട്ട് പോകും തോറും എനിക്ക് പണ്ടത്തെ പോലെ ഒറ്റ സ്റ്റെപ്പിലേക്ക് ഇതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ ആദ്യത്തത് കുറച്ച് പാടുപെട്ടെങ്കിലും അതിന് ശേഷമുള്ളതൊക്കെ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കിയതാണ്. പക്ഷേ ഇതൊക്കെ ഇനിയുള്ളത് എനിക്കും കുറച്ച് ടാസ്ക് ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നതിൽ. കാരണം തിങ്സ് ആർ ഗോയിങ് ടു ഗെറ്റ് ഡിഫിക്കൽട്ട്. അതാ മനസ്സിലാക്കുന്നത്. എനിക്ക് തന്നെ ഭ്രാന്താവുന്നുണ്ട്. ഇനി ഞാൻ സ്കിപ്പ് ചെയ്ത കാര്യങ്ങൾ വേറെ ഉണ്ട്. അതൊക്കെ ഇതിലൊരു വോയിഡ് ഓപ്പറേറ്ററിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സോ ഞാൻ അതിലോട്ട് കയറിയിട്ടില്ല. നമുക്കത് പോകുന്ന വഴി കവർ ചെയ്യാം. ആൻഡ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇത് 6 സീരീസ് ബുക്കിൻ്റെ ആദ്യത്തെ ബുക്കിൻ്റെ 31ാമത്തെ പേജാണ്. അതും സെക്കൻഡ് ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കിലാണ്. ഈ എമ്മിലേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ സിനിമയിലൊക്കെ ഒരു ഹാഫ് ടൈം കഴിഞ്ഞിട്ട് എന്താ പറയുക മൂഡ് മാറത്തില്ലേ, ലൈക്ക് ആ ഫാമിലി ഇതായിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ത്രില്ലർ ആവുന്നു, ആ ഒരു സെൻസ് ഉണ്ടല്ലോ സിനിമകളിൽ പറയുന്നുണ്ടല്ലോ. സോ അതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ജാവാസ്ക്രിപ്റ്റ് പഴയ ജാവാസ്ക്രിപ്റ്റ് അല്ല, എന്തോ ഒരു ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ട്. സോ അങ്ങനെയായിരിക്കും നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്, എല്ലാം മാറാൻ പോവുകയാണ്. സോ സി യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ എല്ലാവരും ഈ കോൺസെപ്റ്റ് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്യാം. സോ താങ്ക് യു ഗൈസ്.